അസ്സലാമലൈക്കും, നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇത് ടോപ്പ് തയ്ക്കുന്ന തുണിയാണ്. ഇപ്പോൾ 2 മീറ്റർ തുണിയുണ്ട് ഇത്. ഇപ്പോൾ വീഡിയോയിലോട്ട് കിടക്കാം. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബും ചെയ്യണേ. അതാണ്ട് തുണിയെ നൂത്തിട്ടതിന് ശേഷം അതിൻ്റെ ഫ്രണ്ട് പീസാണ് ഈ ഭാഗമാണ് ഇതിൻ്റെ ഫ്രണ്ട്. അതിനുശേഷം അതിൻ്റെ സ്ലീവ് ഉണ്ട്. ഇതാണ് ഫ്രണ്ട്. ഇനി ഇതാണ്ട് ഈ ഭാഗമാണ് ഇതിൻ്റെ സ്ലീവ് വരുന്ന ഭാഗം. ഇത് ബാക്ക് ഭാഗം. അതിൻ്റെ അടിഭാഗത്തും ബോർഡറുണ്ട്, മെറൂൺ കളറിലെ ബോർഡർ. അപ്പം ലൈനിങ് ഇല്ലാതെ തയ്ക്കുന്ന ചുരിദാറാണ്. എളുപ്പത്തിൽ നിങ്ങൾക്ക് തയ്ച്ച് പഠിക്കാം. തുണി ഇങ്ങനെ കട്ട് പീസ് തുണി എടുത്തു കഴിഞ്ഞാൽ എളുപ്പം തയ്ക്കാൻ പഠിക്കുന്ന രീതിയിലാണ് പറഞ്ഞു തരുന്നത്. ആദ്യം മുകളിൽ നിന്ന് തന്നെ തുണിയെ 2ആയിട്ട് മടക്കിയിട്ട ശേഷം ആ നടുഭാഗം വേണം നമ്മുടെ ബോർഡർ ആ കഴുത്തിൻ്റെ ഭാഗത്തെ നടുക്കെ മടക്കിയിട്ടണം. അതിനുശേഷം 7 ഇഞ്ച് എടുക്കുക, പിന്നെ ഒരു 13 ഇഞ്ച്, പിന്നെ ഒരു 19 ഇഞ്ച്. ഇതാണ് മടക്കിയിട്ട ഭാഗം. രണ്ടും സമമായിട്ടാണ് മടക്കിയിട്ടേക്കുന്നത്. 19 ഇഞ്ച് എടുത്തിട്ട് ഇതിൻ്റെ ഫുൾ ലെങ്താണ് എടുക്കുന്നത്. 43 ഇഞ്ചുണ്ട് ഫുള്ള്. അപ്പം നമ്മൾക്ക് 41.5 മതി. 43 ഇഞ്ച് ഇറക്കം, 1.5 ഇഞ്ച് ഇറക്കം അധികം എടുക്കണം. പിന്നെ എടുക്കേണ്ടത് ഷോൾഡറാണ്. ഷോൾഡർ 7 ഇഞ്ചാണ്. നമ്മൾ ആദ്യം എടുത്ത അളവ് ടേപ്പ് വെച്ച് താഴോട്ട് എടുത്തില്ലേ, അളവാണ് 7 ഇഞ്ച് തിരിച്ചു വെച്ചിരിക്കുന്നത്. കഴുത്തിൻ്റെ അകലം 2.5 ഇഞ്ച്. പിന്നെ അതാണ്ട് അവിടെ ഒരു 1/2 ഇഞ്ചോ 1/4 ഇഞ്ചോ എടുക്കാം. ഇവിടെ ഒരു 7, മൊത്തത്തിൽ 7 ഇഞ്ച് എടുത്തിട്ട് 1/4 1/2 ഇഞ്ചോ മുകളിൽ ഒന്ന് മാർക്ക് ചെയ്യണം. കാരണം അത് ചരിച്ച് വെട്ടാനാണ്. ഇനി നമുക്ക് ചെസ്റ്റ് എടുക്കാം. ചെസ്റ്റ് എടുക്കുന്നത് 10ആണ്. 40ൻ്റെ 4/1 ചെസ്റ്റ്. അതിൻ്റെ വണ്ണം 10ആണ്. 4/1 വൈറ്റ് 4 40ആണ്. അപ്പോൾ 10 എടുത്തതിന് ശേഷം 1.5 ഇഞ്ച് തയ്യൽ തുമ്പ്. 10 എടുത്ത് 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് അത് കൊടുത്ത് അതിന് ശേഷം നമുക്ക് വേസ്റ്റ് എടുക്കണം. വേസ്റ്റ് എടുക്കുന്നത് നമ്മൾ മേളിൽ നിന്ന് ആദ്യം 13.5 ഇഞ്ച് അടയാളം ചെയ്തൊരു അടയാളമുണ്ട്, 13.5. അവിടെയാണ് ഷേപ്പ്. അല്ലെങ്കിൽ നമ്മുടെ വേസ്റ്റ് ലെങ്ത് അത് 9 ഇഞ്ചാണ് എടുക്കുന്നത്. 1.5 ഇഞ്ച് തയ്യൽ തുമ്പ്. ഇനി നമുക്ക് ഹിപ്പ് എടുക്കേണ്ടത് മുകളിലെടുത്ത ചെസ്റ്റ് തന്നെ എടുത്താൽ മതി. 10 പ്ലസ് 1 ഇഞ്ച്, 1.5 ഇഞ്ചാണ് മുകളിൽ എടുത്തത്. പക്ഷേ ഇത് 1 ഇഞ്ചാണ് എടുക്കുന്നത് ഇവിടെ. ഇനി നമുക്കൊന്ന് ഷേപ്പ് ചെയ്ത് പോവാം. ഇത് തയ്ക്കുന്ന ഷേപ്പാണിത്. മറ്റേ അടയാളം നമുക്ക് തയ്യൽ തുമ്പാണ്. ഇത് തയ്യൽ തുമ്പ് അടയാളത്തിലാണ് ഇവിടെ മാർക്ക് ചെയ്യുന്നത്. അങ്ങനെ അത് വരച്ചതിന് ശേഷം അടിഭാഗത്തെ ഇതെടുക്കാം. അടിഭാഗത്തെ സ്ലിറ്റിൽ നിന്നുള്ള ഇറക്കം എടുക്കണം. അതിനു മുമ്പേ നമുക്ക് കൈക്കുഴി ഒന്ന് അടയാളം ചെയ്യാം. 1 ഇഞ്ചാണ് ഇവിടെ കൈക്കുഴി ഒന്ന് ചതുരത്തിൽ നിന്നും വരച്ചെടുക്കുന്നത്. 1 ഇഞ്ച്. ഇനി അടിഭാഗത്ത് 1 ഇഞ്ചും കൂടെ 10ൽ നിന്നും 1 ഇഞ്ച് കൂട്ടി 11 പ്ലസ് 1 ഇഞ്ച്. 10ആണ് മുകളിലെടുത്തെങ്കിൽ 1.5 ഇഞ്ച് എടുത്ത് ഇത് 11 പ്ലസ് 1 ഇഞ്ച് 12 ഇഞ്ചാണ് ഞാൻ അടിഭാഗത്തെ വണ്ണം എടുത്തേക്കുന്നത്. എന്നിട്ട് മുകളിൽ നിന്നും താഴ്ഭാഗത്തോട്ട് ഞാൻ സ്കെയിൽ വെച്ചേ വരയ്ക്കാവൂ, എന്നാലേ അത് നല്ല കറക്റ്റായിട്ട്. ഇനി മുൻകഴുത്ത് എടുക്കുകയാണ് 6 ഇഞ്ച്, പിൻകഴുത്തും 6 ഇഞ്ച് തന്നെയാണ് എടുക്കേണ്ടത്. അപ്പോൾ അതൊക്കെ അവരവരുടെ ഇഷ്ടം. അവരവരുടെ കഴുത്ത് എത്ര ഇറക്കമാണെന്ന് വെച്ചാൽ അത്രയും എടുക്കുക. ഇതിപ്പം 6 ഇഞ്ചാണ് മുൻകഴുത്ത് എടുക്കുന്നത്. ഈ പീസ് തന്നെ വെച്ച് വെട്ടുന്നതാണ് പിൻകഴുത്ത് എടുക്കുന്നത്. ഇനി 1/2 ഇഞ്ചാണ് കഴുത്തിൻ്റെ റൗണ്ട് ചെയ്യാൻ ഞാൻ എടുക്കുന്നത്. 1/2 ഇഞ്ച് ഇങ്ങനെ ഷേപ്പ് ചെയ്യുക. ഇനി നമുക്ക് കട്ട് ചെയ്യാം. ആ വട്ടം വരച്ചതിൽ നിന്ന് അങ്ങോട്ട് വെട്ടിക്കൊടുക്കാം. അതിനുശേഷം ഇവിടെ ഒരു ചരിവ് കൊടുത്തിട്ടില്ലായിരുന്നു, ആ ചരിവ് കൊടുക്കാം. ഇത് ഷോൾഡർ ഒന്ന് ചരിച്ചു കൊടുത്താൽ നല്ല ഇത് കിട്ടും. ഇനി കൈക്കുഴി വെട്ടാം. ഇനി നമുക്ക് തയ്യൽ തുമ്പിൽ കൂടെ താഴോട്ട് പോകാം. ഇനി നമുക്ക് ബാക്ക് പീസാണ് വെട്ടേണ്ടത്. ഇവിടെ ഒരു നോച്ചിടുന്നത് എന്തെന്നറിയാം, നമുക്ക് ഇവിടെ തയ്ക്കുന്ന സമയത്ത് പെട്ടെന്ന് അറിയാൻ വേണ്ടിയാണ്. സ്ലിറ്റ് അടിക്കുന്നത് ഇവിടെ നമുക്ക് തയ്യൽ ഇപ്പോൾ ഒരേ കണക്ക് നമുക്ക് 10 10 20 നൂത്തിടുമ്പോൾ 20 ഇഞ്ച് കിട്ടും. ഇതാണ്ട ബാക്ക് പീസാണ് എടുത്തിട്ടേക്കുന്നത്.
എന്നിട്ട് നമ്മളിപ്പം വെട്ടിയ തുണിയെടുത്ത് അത് ബാക്ക് പീസിൻ്റെ പുറത്തോട്ട് വെച്ച് കറക്റ്റ് അളവിനാണ് ഞാൻ വെട്ടുന്നത്. ഫ്രണ്ട് കഴുത്തും ബാക്ക് കഴുത്തും ഒരേ മാതിരി നിൽക്കത്തക്ക രീതിയിൽ പിന്നെ വെട്ടുവാണ്. അവിടെ ഞാൻ 1/2 ഇഞ്ച് മുകളിലോട്ട് കയറ്റി ഇട്ടിട്ടുണ്ട് കൈക്കുഴി എടുക്കുന്നത്. ആദ്യത്തെ കൈക്കുഴി ഞാൻ കുഴിച്ചാണ് വെട്ടിയേക്കുന്നത്. മറ്റേത് 1.5 ഇഞ്ചാണ് എടുക്കേണ്ടത്. ഇപ്പം ഞാൻ 1/2 ഇഞ്ചും കൂടെ മുകളിലോട്ടിട്ട് വരച്ചേക്കുവാണ്. ബാക്ക് പീസ് ആയതുകൊണ്ട് 1/2 ഇഞ്ച് തണ്ടവിടെ ആ ഭാഗത്താണ് ഞാൻ 1/2 ഇഞ്ച് അകത്തോട്ടിട്ട് മുകളിലോട്ടിട്ട് വെട്ടിയേക്കുന്നത്. ഫ്രണ്ട് പീസിന് കുഴിച്ച് വെട്ടിയിട്ടുണ്ട്. താഴോട്ട് ഇനി വെട്ടിയതിന് ശേഷം നമുക്ക് സ്ലീവ് വെട്ടാം. സ്ലീവിൻ്റെ വണ്ണം എടുക്കണം. കൈക്കുഴിയുടെ വണ്ണം എടുത്താണ് സ്ലീവിൻ്റെ വണ്ണം എടുക്കുന്നത്. ഇറക്കം അവരവരുടെ ഇറക്കം മാതിരി ഇറക്കം എടുക്കാം. ഇതിപ്പോൾ കൈക്കുഴിക്ക് 10 ഇഞ്ച് വണ്ണമാണ് വന്നിരിക്കുന്നത്. അപ്പോൾ തുണിയെ എടുത്തതിന് ശേഷം 2ആയിട്ട് മടക്കി ഇട്ടതിന് ശേഷം ഒന്നും കൂടെ മടക്കുക. 2ആയിട്ട് തുണിയെ മടക്കി എടുത്ത് ഒന്നും കൂടെ മടക്കി ഇതേമാതിരി ഒരു മടക്കും കൂടെ മടക്കുക. അപ്പോൾ മൊത്തം ഫോൾഡുള്ള ഭാഗവും ഒരു ഭാഗം ഫോൾഡും ഒരു ഭാഗം തുറന്ന ഭാഗവും കിട്ടും. അപ്പോൾ 15 ഇഞ്ച് ഇറക്കമാണ് വേണ്ടുന്നത് കൈക്ക്. അതിൻ്റെ കൂടെ 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് കൂട്ടിയെടുക്കാം. 15 ഒന്നും 16.5 ഇഞ്ച് തയ്യൽ തുമ്പൊക്കെ ചേർത്ത് എടുക്കാം. കൈ ഒരു 5.5 വേണം. 7 ഇഞ്ച് എടുത്തിട്ടുണ്ട്. 1.5 ഇഞ്ച് തയ്യൽ തുമ്പ്. ഇനി നമുക്ക് കൈയുടെ വണ്ണം നമ്മൾ എടുക്കേണ്ടത് 3.5 ഇഞ്ചാണ് അങ്ങേ അറ്റം. ഇത് കണ്ട, ഇത് 10, 10.5, 11 ഇഞ്ചുണ്ട് കിട്ടും. ഇനി നമുക്ക് 10.5 ഇഞ്ചാണ് 3.5 ഇഞ്ചാണ് വേണ്ടുന്നത്. ഇനി മുകളിൽ നമ്മുടെ മടക്ക് ഭാഗത്ത് ഈ ഭാഗത്തു നിന്ന് ഇങ്ങനെ ഒന്ന് ഷേപ്പ് ചെയ്യുക. അപ്പം കൈയുടെ വരപ്പ് തീർന്നതാണ്ട ഇങ്ങനെ ഒന്ന് ഷേപ്പ് ചെയ്താൽ മതി. നമുക്ക് 10 ഇഞ്ചാണ് വേണ്ടത്. അവിടെ കൊണ്ട് ഒരു അടയാളം ചെയ്ത് കൊടുക്കുക. കറക്റ്റ് അളവിന് കിട്ടും. കൈക്കുഴി ചുളിവൊന്നും ഇല്ലാതെ നല്ല കറക്റ്റ് പെർഫെക്റ്റായിട്ട് കിട്ടും. ഇത് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണണേ. നല്ല സ്റ്റിച്ചിങ് വീഡിയോയും കൂടെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് തയ്ക്കാൻ മനസ്സിലാവും. കട്ട് ചെയ്ത് തീർന്ന് ഇനി നമുക്ക് കൈയുടെ അടിഭാഗവും കൂടെ വെട്ടിയെടുക്കാം. ഇനി നമുക്ക് കഴുത്ത് വെട്ടണം. അതുകൊണ്ട് ഇവിടെ ഒരു നോച്ചിട്ട് കഴിഞ്ഞ് നമ്മുടെ കൈക്കുഴിയുടെ ഭാഗം കറക്റ്റ് അറിയാൻ വേണ്ടിയാണ് ഇട്ടേക്കുന്നത്. ഇനി കഴുത്ത് തണ്ട ഇതേമാതിരി ഒരു പീസ് തണ്ട. ആ തുണി കുറവ് തുണിയാണ്. ക്യാൻവാസ് വെക്കാൻ വേണ്ടിയുള്ള വീതി തുണിക്കില്ല, ബാക്കിയുള്ള ബാലൻസ് ഇല്ല. അപ്പോൾ ഇതേമാതിരി കിട്ടുവാണെങ്കിൽ ഇതേമാതിരി കിടക്കുക. അല്ലെങ്കിൽ പിന്നെ ജോയിൻറ്റ് ചെയ്തെടുക്കുക. ഒരു ഇത് ഭാഗം വെട്ടിയതിന് ശേഷം ഒരു ഭാഗം കൂടെ വെച്ച് വെട്ടിയെടുക്കുക. ഇതിപ്പോൾ 2 ഭാഗവും കിട്ടും. കണ്ട, ഈ ഭാഗം നമ്മൾ കൈക്കുഴി വെട്ടിയ ഭാഗമായതുകൊണ്ട് ആ ഭാഗം തന്നെ നമുക്ക് ഇങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത്, തുണി മുഴുത്തില്ലെങ്കിലും ഇതേമാതിരി അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് വെട്ടിയെടുക്കാം. 6 ഇഞ്ച് കഴുത്തായം കൊണ്ട് നല്ലതുപോലെ കിട്ടും. ഇനി തയ്യൽ തുമ്പ് ഇടാനുള്ള ഇതും കൂടെ കിട്ടും. ഇനി ആ തുണി വെച്ച് തന്നെ അടുത്ത കഴുത്തും കൂടെ വെട്ടാം. അങ്ങനെ അതും കട്ട് ചെയ്ത് തീർന്ന് ഇനി നമുക്കിതെല്ലാം മടക്കി വെച്ചിട്ട് ഇനി നമുക്ക് മെഷീനകത്തോട്ട് പോകാം. മെഷീനകത്തോട്ട് വന്ന് കഴുത്ത് നമുക്ക് തയ്ക്കാം. ആദ്യം കഴുത്താണ് തയ്ക്കേണ്ടത്. കഴുത്ത് തയ്ക്കുന്നതിന് മുന്നേ ഇതേമാതിരി നമ്മൾ വെട്ടി വെച്ചിരുന്ന തുണി ഉണ്ടല്ലോ, അതെടുത്ത് ഒറ്റ വിളുമ്പിട്ട് മടക്കി തയ്ക്കണം. ഒറ്റ വിളുമ്പിട്ട് ഇങ്ങനെ അങ്ങോട്ട് വെച്ച് തയ്ക്കാം. മൊത്തത്തിൽ തയ്ച്ച് രണ്ടെണ്ണം അതേമാതിരി തയ്ക്കണം. ഒരെണ്ണം തയ്ച്ച് തീർന്ന് മറ്റേതും കൂടെ തയ്ച്ച് വെക്കാം. അങ്ങനെ രണ്ടും തയ്ച്ച് തീർന്ന് ഇനി കഴുത്തിനകത്ത് വെച്ച് പിടിപ്പിക്കാം. ഈ നോച്ചും കൂടെ വെച്ച് കറക്റ്റാക്കിയതിന് ശേഷം നമുക്ക് തയ്ക്കാൻ തുടങ്ങാം. മുകളിൽ നിന്ന് അങ്ങനെ വെച്ചതിന് ശേഷം ഒരു പിന്ന് കുത്തിക്കഴിഞ്ഞാൽ മുകളിൽ നിന്ന് തയ്ക്കാം. നമുക്ക് കറക്റ്റായിട്ട് കഴുത്ത് വലിച്ചൊന്നും പിടിക്കരുത്. കറക്റ്റായിട്ട് കഴുത്ത് ഇങ്ങനെ വെച്ച് തയ്ച്ചാൽ മതി. കെട്ടിട്ട് അവസാനം കൊണ്ടുവന്ന് കെട്ടിട്ട് എന്നിട്ട് ചരിച്ച് വെട്ടി കൊടുക്കുക. അതിനുശേഷം ഒന്ന് പതിച്ച് തയ്ക്കാം. ഇതേമാതിരി തന്നെ മറ്റേ കഴുത്തും ഇതേമാതിരി തന്നെ തയ്ക്കാം.
കഴുത്ത് മടക്കി മടക്കി വെച്ച് കൊടുക്കണം. വെച്ചിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള, പിന്നെ ഹെമ്മിങ് ആണ് ചെയ്യേണ്ടത്. ഇതിന് ഒന്ന് പതിച്ച് തയ്ച്ചതിന് ശേഷം ഹെമ്മിങ് തയ്ച്ച് കൊടുക്കുക. വേണ്ട, ഇനി ഇതേമാതിരി ഹെമ്മിങ് ചെയ്ത് കൊടുക്കാം. ഇപ്പം ഞങ്ങൾക്ക് ചെയ്യുന്നില്ല, പിന്നെ ഞാൻ ചെയ്യുന്നുള്ളൂ. ഇനി നമുക്ക് ബാക്ക് പീസും കൂടെ ഇതേമാതിരി തന്നെ ബാക്ക് പീസും വെച്ച് തയ്ക്കുവാണ്. നമുക്ക് കവർ ചെയ്ത് ഷോൾഡർ യോജിപ്പിക്കാം. ചരിച്ച് വെട്ടിക്കൊടുത്തതിന് ശേഷം ഷോൾഡർ വെട്ടിക്കൊടുക്കാം. ഉണ്ട്. എന്നിട്ട് പിന്നെ ഫ്രണ്ട് പീസ് അങ്ങനെ എടുത്തതിന് ശേഷം ബാക്ക് പീസ് എടുത്ത് അതിൻ്റെ മുകളിലോട്ട് വെച്ച് നല്ല വശവും ഒരേ സൈഡിലിരിക്കണം. ചീത്തവശം മുകളിലും ഏറ്റവും അടിയിലും വരണം. വേണ്ട, ഇതിങ്ങനെ വെച്ചതിന് ശേഷം കവർ ചെയ്ത് അകത്തോട്ട് ഇന്ന് കയറ്റി വെക്കണം. കയറ്റി വെച്ചിട്ട് ഒരു അടി അടിക്കുക, പിന്നെ ഒരു അടിയും കൂടെ, അങ്ങനെ ഡബിൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. മറ്റേ സൈഡും ഇതേമാതിരി തയ്ക്കാം. തയ്ച്ചതിന് ശേഷം താണ്ട ഞാൻ പതിച്ച് തയ്ക്കും. ഒരു സൈഡ് പതിച്ച് തയ്ച്ചില്ലായിരുന്നു, ബാക്ക് പീസ് പതിച്ച് തയ്ക്കുകയാണ്. അത് തയ്ച്ച് തീർന്ന് താണ്ട. ഇനി ഹെമ്മിങ് ചെയ്യുന്നതിൻ്റെ ജോലിയേ ഉള്ളൂ. ഇനി നമുക്ക് സ്ലീവ് തയ്ക്കാം. സ്ലീവ് തയ്ക്കാൻ താണ്ട ഇതേമാതിരി മടക്കി തയ്ക്കാം. 2 സ്ലീവും തയ്ച്ചതാണ്. നമ്മൾ ആദ്യം പിന്നെ കൈക്കുഴി എടുത്ത് വെട്ടിയില്ല, ഇതേമാതിരി 1/2 ഇഞ്ച് എടുത്ത് വെച്ച് നമുക്ക് ഇങ്ങനെ ഒന്ന് ചരിച്ച് വെട്ടി കൊടുക്കാം. ഇത് വെട്ടിയതിന് ശേഷം തന്നെ ഇട്ട് കൊടുക്കാം. ഇത് വെട്ടിയതിന് ശേഷം ഇതെടുത്ത് വെച്ച് വേണം മറ്റേ സ്ലീവ് എടുത്ത് വെച്ച് ഇത് കറക്റ്റായിട്ടിരിക്കാൻ വേണ്ടി വെട്ടാം. കൈക്കുഴി അന്നേരം ചുളുക്കം ഇല്ലാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ എടുത്ത് വെട്ടുന്നത്. നല്ല വശവും എടുത്ത് വെച്ചിട്ടുണ്ട്. അടിയിൽ നോക്കി വേണം വെക്കാൻ. കണ്ട, നല്ല വശവും അകത്തും ചീത്തവശവും, ഏറ്റവും മുകളിൽ ചീത്തവശം, പിന്നെ ഏറ്റവും അടിയിലും ചീത്തവശം. ഇത് ചീത്തവശം, ഇത് നല്ല വശം, രണ്ടും അധികം ഇങ്ങനെ വേണം തയ്ക്കാൻ. ഇതും ചീത്തവശം. വേണ്ട, അതിനുശേഷം കൈ സ്ലീവ് കൂട്ടി യോജിപ്പിക്കുക. നല്ല വശമൊക്കെ നോക്കി വെച്ചതിന് ശേഷം സ്ലീവ് കൂട്ടി യോജിപ്പിക്കുക. ആ ഫ്രണ്ടിലെ പീസ് ഫ്രണ്ടിൽ തന്നെ വരണം. നമ്മൾ കൈക്കുഴി എടുത്ത് വെട്ടിയ ഭാഗം ഫ്രണ്ടിൽ തന്നെ വരണം. മൊത്തം കറക്റ്റായിട്ട് കറക്റ്റ് അളവിന് നമുക്ക് 10 ഇഞ്ചാണ് വേണ്ടത്. 10 ഇഞ്ച് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മൾ കറക്റ്റായിട്ട് വെട്ടിയെടുത്തത് കൊണ്ട് നമുക്ക് കയറിയിറക്കം ഒന്നും ഇല്ലാതെ കിട്ടിയിട്ടുണ്ട്. കയറിയിറക്കം വന്നു കഴിഞ്ഞാൽ നമുക്ക് കഴുത്തിന് കൈക്കുഴിക്ക് ചുളുക്കം വരും. മറ്റേ ഭാഗവും കൂടെ ഒരു ഭാഗം തയ്ച്ചിന് അകത്ത് ഇവിടെ ബാക്ക് പീസിൻ്റെ ഭാഗവും കൂടാണ് ഈ തയ്ക്കുന്നത്. ഇവിടെ നല്ല കറക്റ്റിന് കിട്ടിയിട്ടുണ്ട്. അപ്പം ചുരിദാർ ഇട്ട് കഴിഞ്ഞ് നല്ല പെർഫെക്റ്റ് ആയിട്ടിരിക്കും. ഡബിൾ സ്റ്റിച്ച് കൊടുക്കാം. ഇവിടെ വേണ്ട ഉടലിൻ്റെ വണ്ണവും കൈവണ്ണവും ഒക്കെ കുറച്ച് തയ്ക്കാം. ഇവിടം വരെ കൊണ്ടുവന്നിട്ട് ഇനി ബാക്കി നമ്മുടെ അടയാളം ചെയ്ത ഭാഗം വെച്ച് നമുക്ക് വണ്ണം കുറച്ച് കൊടുക്കാം. ചെസ്റ്റും വേസ്റ്റും ഹിപ്പും എല്ലാം അതേമാതിരി ചെയ്ത് കൊടുക്കാം. 3 തയ്യൽ ഇട്ട് കൊടുക്കണം. അതിനുശേഷം സ്ലിറ്റ് അടിക്കുവാണ്. സ്ലിറ്റ് ഈ ഭാഗം തയ്ക്കുമ്പോൾ മഞ്ഞ നൂല് തന്നെ തയ്ക്കണം. മറ്റേ ഭാഗം വരുമ്പം മെറൂൺ കളർ, 2 കളർ നൂലാണ് ഇതിന് ഇടേണ്ടത്. മഞ്ഞയുടെ ഭാഗം വരുമ്പോൾ മഞ്ഞ, മെറൂണിൻ്റെ ഭാഗം അപ്പുറത്തെ ഓപ്പോസിറ്റ് ഭാഗം വരുമ്പം മെറൂൺ വരും. അതിന് വേറെ നൂലിടാം. അപ്പോൾ മഞ്ഞ തയ്ച്ചത് 2 ഭാഗത്തെ മഞ്ഞ തയ്ച്ചതിന് ശേഷം വേണം ഞാൻ 2 ഭാഗവും മെറൂൺ കളറിട്ട് തയ്ക്കുന്നത്. ഇവിടെ സ്ലിറ്റിൻ്റെ ഭാഗമാണ്. ഇതിങ്ങനെ അങ്ങോട്ട് വെച്ചതിന് ശേഷം മടക്കി തയ്ച്ച് കൊടുക്കാം. കുറച്ച് ഭാഗമേ തയ്ക്കുന്നുള്ളൂ അവിടെ. ബാക്കിയുള്ളത് മഞ്ഞ തയ്ച്ച് കഴിഞ്ഞാൽ എടുത്തറിയും, അത് വൃത്തികേടായിരിക്കും. ഇനി ഇവിടെ മെറൂൺ കളറാണ് ഇവിടെ തയ്ക്കുന്നത്. ഇനി അപ്പുറത്തെ ഓപ്പോസിറ്റ് ഭാഗം പിന്നെ മഞ്ഞ ഉള്ള ഭാഗം തയ്ച്ചതിന് ശേഷം തയ്ക്കാം. ഇവിടെ തയ്ക്കാം. വേണ്ട, ഒറ്റ തയ്യലാണ് ഇവിടെ. ബാക്കി മുകളിലോട്ട് 2-3 തയ്യലിട്ടിട്ടുണ്ട്. ഇവിടെ 1 ഇഞ്ചാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. കണ്ട,
ഉണ്ട് അവിടെ അങ്ങനെ അങ്ങോട്ട് വെച്ചതിന് ശേഷം കുത്തി അവിടെ നിർത്തിക്കൊണ്ട് തിരിച്ചെടുക്കാം. മൊത്തത്തിൽ അങ്ങ് തയ്ച്ച് തീർത്തതിന് ശേഷം മെറൂൺ കളർ ഇട്ടും തയ്ക്കാം. ഡബിൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ആ വക്ക് വിളിമ്പ് ഭാഗത്തൂടൊക്കെ അരിവ് ഭാഗത്തൂടെ നമുക്ക് ഒരു സ്റ്റിച്ചും കൂടെ ഇതിനിട്ട് കൊടുക്കണം. ആ മഞ്ഞ നൂലിട്ട് തന്നെ അതങ്ങ് തയ്ച്ചിക്കാം. ആ ഭാഗം തയ്ച്ച് തീർന്ന് ഇനി മറ്റേ ഭാഗം ഇതേമാതിരി തയ്ക്കാം, മഞ്ഞ നൂലിട്ട് തന്നെ. കണ്ട മെറൂൺ കളർ നൂലിട്ടാണ് അടുത്തത് തയ്ക്കുന്നത്. ഇനി അടിഭാഗം മടക്കി തയ്ക്കുകയാണ്. അല്ല, ആ അടിഭാഗം പിന്നെ എന്തൊക്കെയാ ഇത് സ്ലിറ്റിൻ്റെ ഭാഗം തന്നെ മൊത്തം തയ്ക്കുക. കുത്തി അവിടെ നിർത്തിക്കൊണ്ട് തിരിച്ചെടുക്കുക. എന്നിട്ട് പതിച്ചും തയ്ക്കണം. പതിച്ചല്ല തയ്ക്കുന്നത്, വിളിമ്പ് ഭാഗത്തൂടെ തയ്ക്കണം. ഇനി അടിഭാഗം മടക്കി തയ്ക്കുകയാണ്. അങ്ങനെ ഫുള്ള് തയ്ച്ച് തീർന്ന് അപ്പോൾ അതാണ്ട് കഴുത്തും എല്ലാം തയ്ച്ച് അതാണ്ട് അടിപൊളിയാക്കി. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.